സർ, ഈ പാലക്കാട്ട് BJPയുടെ സിറ്റിംഗ് സീറ്റ് വല്ലതുമാണ് നഷ്ടമായത്? എനിക്കൊരു സംശയം തോന്നാനുള്ള കാരണം ചാനലുകളെല്ലാം തന്നെ പാലക്കാട്ടെ BJPയുടെ തോൽവിയാണ് പ്രധാന ചർച്ചാ വിഷയം. രാവിലെ മുതൽ ഈ സമയം വരെ പാലക്കാട്ട് ജില്ലാ നേതൃത്വത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പലരും പാർട്ടിക്കെതിരെ നിലപാടെടുക്കുന്നു. എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ചാനലുകൾക്ക് മാത്രമല്ല, മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്കും ഈ മഹാരാഷ്ട്രയിൽ വലിയ വിജയം ഉണ്ടായല്ലോ BJPക്ക്. ഉത്തർപ്രദേശിൽ വലിയ വിജയം ഉണ്ടായി. ബീഹാറിൽ ഈ എല്ലാവരും ഹാപ്പി ആയില്ലേ എന്ന് മറ്റുമായിരുന്നു മനോരമയുടെ ശീർഷകം ഒന്നാം പേജില്. അങ്ങനെയല്ലല്ലോ, എല്ലാവരും ഹാപ്പി ആകാവുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി ഹാപ്പി ആയോ? അങ്ങനെയാണെങ്കിൽ ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് രാഹുൽ ഗാന്ധി ഹാപ്പി ആയോ? ഇല്ല. തൊട്ട് മുമ്പത്തെ ദിവസം ആകെ ഹാപ്പി ആകാവുന്നത് പ്രിയങ്ക ഗാന്ധി ജയിച്ചതില് കുടുംബത്തില് നെഹ്റു വംശത്തിന് വേണമെങ്കിൽ ഹാപ്പി ആകാം. അതെ, തൊട്ട് മുമ്പത്തെ ദിവസം രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ജയിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ വലിയൊരു ആർട്ടിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഹാപ്പി ആയില്ലല്ലോ റിസൾട്ട്. അതെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ പിന്നെ നമ്മൾ മറ്റേ ജാർഖണ്ഡ് എടുക്കുക, അവിടെയും കോൺഗ്രസിന് കുറച്ച് സീറ്റല്ലേ ഉള്ളൂ. അതെ, ജയിച്ചത് മുഴുവൻ JMM അല്ലേ, JMMന്റെ സീറ്റല്ലേ. അതെ. അപ്പം എങ്ങനെയാണ് അവർ അപ്പം ഇത് മറച്ചു വെക്കണം. അതായത് മൊത്തത്തിൽ BJP ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് വേണമെങ്കിൽ 400 സീറ്റൊക്കെ എത്താവുന്ന വിധത്തിൽ നിന്ന് കുറച്ച് പടലപിണക്കങ്ങൾ കാരണം പുറകോട്ട് പോയല്ലോ, തിരിച്ചു വന്നു. അടുത്ത കൊല്ലം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു തോന്നൽ, ആ സത്യം, ആ വസ്തുത ഈ നാട്ടുകാരെ അറിയരുത്, പ്രേക്ഷകർ. അതിനുള്ള പരിപാടിയാണ് BJPയുടെ അകത്ത് മൊത്തം കുഴപ്പമാണെന്ന് വരുത്തണം. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലും അങ്ങനെയാണെന്ന് തോന്നണമല്ലോ പ്രേക്ഷകർക്ക്. അതിനുള്ള വേലത്തരങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPയുടെ അകത്തും മണ്ടന്മാരൊക്കെ കാണും, അവരുടെ അടുത്ത് ഈ മൈക്കുമായിട്ടൊക്കെ ചെല്ലും. അപ്പോൾ അവരിങ്ങനെ ഓരോ അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ അതിന്ന് സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അങ്ങനെ പരസ്യമായി അഭിപ്രായം പറയുന്നവർക്ക് എതിരെയുള്ള നടപടി ആലോചിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തുടങ്ങിയപ്പോൾ ശിവരാജൻ, മുൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്നു, മറ്റേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മൈക്കുമായിട്ട് ചെന്നിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കുറച്ച് ഇടം തടിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് ആ കാലത്ത് അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാലും തോന്നുമായിരുന്നു. സന്ദീപ് വാര്യര് പോയല്ലോ, പോയപ്പോൾ ഏതാണ്ട് വാര്യര് പോയതിൻ്റെ പിന്നിൽ ഇങ്ങനെ പാർട്ടിക്കകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, വാര്യരെ ഒതുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള മട്ടിൽ ശിവരാജൻ സംസാരിച്ചിരുന്നു. ശിവരാജൻ ഇന്നത്തെ പോലെ പൊട്ടിത്തെറിച്ചില്ല, ഇന്ന് ഭയങ്കര ഈ നിലവിളി പോലെയൊക്കെയുള്ള പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശിവരാജൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വത്തന്വേഷിക്കണം എന്ന് പറഞ്ഞു കൃഷ്ണകുമാറിൻ്റെ. ശിവരാജന് ചെറിയ പഴയ പോലെ ഉള്ള വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, ശിവരാജൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ശിവരാജൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ അവർ എടുത്തു ചോദിക്കുന്നുണ്ട് ചാനലുകാർ, കൃഷ്ണകുമാറിൻ്റെ സ്വത്തോ അതെവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോയമ്പത്തൂരിലും തിരുപ്പൂരിലും ഫിനാൻസ് കമ്പനികളൊന്നും ഇല്ല എന്ന് ശിവരാജൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള മട്ടിൽ. അത് കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പോയി, ഈ ചാനൽ പ്രവർത്തക തന്നെ. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു ശരിയായിരിക്കും, പക്ഷേ ശിവരാജൻ ജിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ സ്വത്തിൻ്റെ കാര്യം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുമല്ലോ, ഭാര്യയുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ പറയണമല്ലോ, പിള്ളേരുടെ കയ്യിലുള്ളതൊക്കെ പറയണ്ടേ. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു. അതൊരു വലിയ മറുപടിയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ എനിക്ക് ശിവരാജൻ്റെ വിദ്യാഭ്യാസത്തിനെ പറ്റിയോ ഒന്നും ധാരണയില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശിവരാജൻ അതുകൊണ്ടാണോ അത് പഠിക്കാത്തത് എന്നുള്ള ഒരു സംശയമൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് ശിവരാജൻ നോക്കിയാൽ മതി എന്നുള്ളത് വന്നു. ശിവരാജൻ്റെ അടുത്ത് പിന്നെയും ഒരു ചാനലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുകളൊക്കെ ചെല്ലുമല്ലോ. ഇത് കഴിഞ്ഞ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നഗരസഭാ അധ്യക്ഷയില്ലേ പ്രമീള ശശിധരൻ, പ്രമീള ശശിധരൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചാനലിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ കുറേ അഭിപ്രായം പറഞ്ഞു. പിന്നെ എല്ലാ ചാനലുകാരും കൂടി പോയി. അത് ശിവരാജൻ്റെ അടുത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രമീള പറയുന്നുണ്ടായിരുന്നു, തുടർച്ചയായിട്ട് അവർ പറഞ്ഞിരുന്ന 2-3 കാര്യങ്ങൾ ആവർത്തിച്ചത്.
സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, വേറെ സ്ഥാനാർത്ഥികൾ നിങ്ങൾക്കുണ്ടായിരുന്നോ? ഞങ്ങളോടൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ MT രമേശൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ PK കൃഷ്ണദാസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ 2 പേര് പറഞ്ഞപ്പോൾ എനിക്ക് പ്രമീളയെ പറ്റിയിട്ടൊരു സംശയം വന്നു. ഒരു PK കൃഷ്ണദാസ് ഗ്രൂപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ന്യായമായിട്ടും സുരേന്ദ്രനും എതിരായിരിക്കും, കൃഷ്ണകുമാറിനും എതിരായിരിക്കും. അപ്പോൾ ആ വർത്തമാനമായിരിക്കുമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലുകാർ ചോദിക്കുന്നുണ്ട്, ഈ നഗരസഭ ഭരണം മോശമാണ് എന്ന് ഒരു അഭിപ്രായം പലരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഈ നഗരസഭകൾക്കുള്ള വിഹിതം 50% സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂസർ ഫീയുടെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ കൗൺസിലർമാർ 28 കൗൺസിലർമാർ പലരും പ്രവർത്തിച്ചില്ല എന്നൊക്കെ. അല്ലല്ല, എല്ലാ കൗൺസിലർമാരും ഒക്കെ നന്നായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ മറ്റേ സ്ഥലത്ത് അവിടെ നിന്ന് കൃഷ്ണകുമാറിന് എങ്ങനെയാണ് വോട്ട്? അവിടെ നിന്ന് ശരിക്കും വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ശിവരാജനും പറഞ്ഞു, ശിവരാജൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. കാരണം ശിവരാജൻ അപ്പോഴേ ഈ ഇടന്തടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു നോട്ടപ്പുള്ളിയായിട്ടുണ്ടാവുമല്ലോ. അത് നേരത്തെ ശിവരാജൻ ഈ അവിടുത്തെ നഗരസഭ വൈസ് ചെയർമാൻ ആയിരുന്ന സമയം മുതൽ അദ്ദേഹത്തിനെതിരെ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. പൈസ ഒക്കെ കൊടുത്താൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന്. അന്ന് ശിവരാജൻ മാത്രമേ ഉള്ളായിരുന്നു BJPയുടെ ഒരു വലിയ നേതാവെന്ന് പാലക്കാട്ട് എടുത്തു പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ ഒരു പക്ഷേ ആ പഴയ തങ്ങളുടെ ഒരു മുൻതൂക്കം അതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടെ കാണത്തില്ലേ ഇവരുടെ ഈ പ്രസ്താവനകളിൽ? വേറെ നേതാക്കൾ വരികയും വേറെ ഉള്ള നേതാക്കൾ കൊഴിഞ്ഞു പോവുകയും എന്നൊക്കെയുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എത്രയോ ആളുകൾ ആരോപണം വന്നു കഴിഞ്ഞ് പിന്നെ അടുക്കാൻ പറ്റാതെ ഒക്കെ പോകുന്നുണ്ടാവും. ശിവരാജന് ചിലപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നിയില്ല. ശിവരാജന് ഈ മറ്റേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, സുരേന്ദ്ര വിരുദ്ധ ഗ്രൂപ്പ്, അവര് ഇളക്കിയതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും പറയുന്ന ഒരാളാണല്ലോ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അത് അല്ലല്ല, ഇളക്കുമ്പോൾ ഇങ്ങനെയല്ല സാധാരണ ഇളക്കുക. വിളിച്ചിട്ട് ശിവരാജൻജി എന്തൊരു സ്വത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കണം കേട്ടോ, എത്ര സ്വത്താണ്, എത്ര കോടിയാണ് മിനിയും കൃഷ്ണകുമാറും കൂടി ഇങ്ങനെ, ഇതൊക്കെ നമ്മുടെ പാർട്ടിയിൽ ഇതല്ല, ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കാം, ഇങ്ങനെയാണല്ലോ ഇളക്കുക. അപ്പോൾ അദ്ദേഹത്തിനും തോന്നുന്നുണ്ടാവും ശരിയാണ്, ശിവരാജൻജി ഇത് പരമ്പര ആണെന്നുള്ള മട്ടിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇനി എനിക്ക് കുറേ പറയാനുണ്ട്, സ്വത്തിൻ്റെ കാര്യം, അഴിമതിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രമീള പറയുന്നുണ്ട് അവിടുത്തെ നഗരസഭയുടെ കാര്യമൊക്കെ വലിയ ഉഷാറായിട്ടാണ് നടക്കുന്നത്, ഭരണത്തിന് പ്രശ്നമൊന്നുമില്ല, സ്ഥാനാർത്ഥി നിർണയം പൊളിഞ്ഞു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വോട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ആവർത്തിച്ചൊരു കാര്യം ഈ നോട്ടയുടെ കാര്യമാണ്. അതായത് നോട്ടയ്ക്ക് 1500 വോട്ട് കിട്ടിയിട്ടുണ്ട്, നോട്ടയ്ക്ക് 1500 വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അവർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. BJPക്ക് കിട്ടേണ്ട വോട്ടാണെന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെയല്ല മനസ്സിലായത്. ഈ പ്രമീള ശശിധരൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണല്ലോ പൊളിറ്റിക്സ്. അപ്പോൾ BJPക്ക് കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, സുരേന്ദ്രൻ ഗ്രൂപ്പിന് വോട്ട് ചെയ്യില്ല. അപ്പോൾ ഇവരുണ്ടല്ലോ ഈ ഇഷ്ടപ്പെടാത്ത കൗൺസിലർമാർ, ഈ പ്രമീളയുടെ നേതൃത്വത്തിലുള്ള ഈ ആളുകൾ, അവരെല്ലാം കൂടി നോട്ടയ്ക്ക് ഞങ്ങളിങ്ങനെ LDF ചെയ്യും, UDF ചെയ്യും അല്ലേ, പ്രശ്നമാണ് നോട്ടയ്ക്ക് ഇരിക്കട്ടെ. ആ നോട്ടയ്ക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നോട്ടയ്ക്ക് 1500 കിട്ടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ BJPക്ക് നഷ്ടപ്പെട്ട വോട്ടിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെ വരുന്നില്ലേ നോട്ടയ്ക്കുള്ളത്. ആ 1500 പോകുമ്പോൾ 4000 വോട്ടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 11,000 എന്ന് ചാനലുകൾ പറയുന്നത് മറ്റേ ശ്രീധരനുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ടാണ്. അത് അർത്ഥമില്ലാത്ത പരിപാടിയാണ്. സാർ, ഇപ്പോൾ ഈ CPM ഒരു കേഡർ പാർട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ CPM പരാജയപ്പെട്ടാലും ഒരു പ്രശ്നങ്ങളുണ്ടായാലും ചാനലുകൾ മൈക്കുമായിട്ട് ചെല്ലുമ്പം ഉത്തരവാദിത്തപ്പെട്ടവരല്ലാതെ മറ്റാരും പ്രതികരിക്കില്ല. അല്ലെങ്കിൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇവിടെ BJPയുടെ അടുത്ത് ഇത്തരത്തിൽ ആടി നിൽക്കുന്ന നേതാക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. ഈ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെയും ചാനലുകൾ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്ന് പറഞ്ഞെങ്കിലോ, ഇപ്പം ഈ പാലക്കാടിൻ്റെ ചുമതലയുള്ള പ്രഭാരി P. രഘുനാഥ്, കോഴിക്കോട്ടുകാരനായ അദ്ദേഹമാണ് പാലക്കാട്ടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ ഈ
പിന്നെ രഘുനാഥിന് ഇവിടെ വേണ്ട എന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു, പലതവണ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനില്ല. അല്ല, റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് ഇവിടുത്തെ കൗൺസിലർമാരും വിട്ടുനിന്നു എന്നാണല്ലോ ഉള്ളത്. ഞാൻ ആർക്കും റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഇങ്ങനെ പറയാനുള്ള ആർജവം മറ്റ് നേതാക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ ചാനലുകൾക്ക് ഇങ്ങനെ ഒരു കിംവദന്തിയോ അല്ലെങ്കിൽ ഒരു സാധനം സൃഷ്ടിക്കാൻ പറ്റില്ലായിരുന്നു. തോക്കുമായിട്ട് പോയപ്പോ രഘുനാഥ് അത്യാവശ്യം നന്നായിട്ടാണ് കൈകാര്യം. നേരത്തെ രഘുനാഥ് ആള് തീരെ ശരിയല്ല എന്ന് ശിവരാജൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശിവരാജനെ ചീത്തയൊന്നും പറഞ്ഞില്ല രഘുനാഥ്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ശിവരാജൻ ജിക്ക് എന്താണ് അങ്ങനെ തോന്നിയെന്ന് അറിയില്ല, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ചില കാര്യങ്ങളിൽ നമ്മളത് അതിനെപ്പറ്റി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർട്ടിക്ക് ഉള്ളിലാണല്ലോ പറയേണ്ടത്. പ്രത്യേകിച്ച് BJP, RSS, ഈ പ്രത്യേകിച്ച് RSS അതിൻ്റെ ഒരു മാതൃസംഘടനയൊക്കെ അതിൻ്റെ അകത്തൊക്കെ അച്ചടക്കം വളരെ പ്രധാനമാണല്ലോ. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഈ സംഘടനകളിലൊക്കെ ഈ അച്ചടക്കം അത്ര പ്രധാനമല്ല എന്നുള്ള മട്ടിൽ ആളുകൾ പരസ്യമായിട്ട് പ്രതികരിച്ച് കാണുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ പല ആളുകൾ ഇടുന്നതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നേതൃത്വം കർശനമായിട്ട് പറയേണ്ട അവസ്ഥയുണ്ട്. ഇതിൻ്റെ അകത്ത് ശിവരാജൻ്റെ കാര്യത്തിലും മറ്റേതിലുമൊക്കെ വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇടപെടൽ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ഗ്രൂപ്പിൻ്റെ പേരും പറഞ്ഞാണല്ലോ. കാരണം ഞങ്ങൾ നിർദ്ദേശിച്ചത് ഇന്ന ആളുകളെയാണെന്ന് പ്രമീള പറഞ്ഞപ്പോൾ തന്നെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ കൗൺസിലർമാർ ഇടം തടിച്ച് നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് സുരേന്ദ്രനും പറഞ്ഞത്. അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ശരിയായിരുന്നിരിക്കും. അവിടെ അവരവരുടെ വാർഡിലാണല്ലോ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ആയിരിക്കുമല്ലോ. പക്ഷെ കൃഷ്ണകുമാർ സ്ഥിര സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പ്രമേള പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ആളുകൾ പലയിടത്തും ഞങ്ങൾ വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേറെ ആളെ കിട്ടിയില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചടക്കമില്ലായ്മ ഒരു പാർട്ടിയിലും, പ്രത്യേകിച്ച് BJP പോലൊരു പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയുന്നതല്ല. CPM-നെ പറ്റി ഇപ്പോൾ സിനിജി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കൃഷ്ണദാസിന് വേറെ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഈ അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട്. വിഗ്രഹം ചുമക്കുന്ന കഴുതാന്നൊക്കെ കേട്ടിട്ടില്ലേ പാർട്ടിക്കകത്ത് പറഞ്ഞതായിട്ട്. പിന്നെ മറ്റേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി സുരേഷ് ബാബു ഇല്ലേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, സുരേഷ് ബാബുവിനെതിരെ ഗംഭീരമായി ആക്രമണം നടക്കും. തെരഞ്ഞെടുപ്പ് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലോ, അത് നടക്കുന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്തും പാർട്ടിക്കകത്താണ്, പുറത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ട് ആ പരസ്യം കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല എന്ന് കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ട്. ആ മതസ്പർദ്ധ പരസ്യം ഉണ്ടല്ലോ, സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്തത്. പക്ഷെ അത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല എന്ന് ആണ് സുരേഷ് ബാബുവിൻ്റെയും MP രാജേഷിൻ്റെയും സരിൻ്റെ അഭിപ്രായം. സരിനും അത് പറഞ്ഞിരുന്നു. അപ്പോൾ കൃഷ്ണദാസിന് വേറെ അഭിപ്രായമുണ്ട്. കൃഷ്ണദാസ് സ്വന്തം അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, നീലബാഗിൻ്റെ കാര്യത്തിൽ. അതെ, കൃഷ്ണദാസ് പറയുന്നത് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ P. രഘുനാഥ് എന്ന് പറയുന്ന BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കോഴിക്കോട്ടെ, അദ്ദേഹം നേരത്തെ എന്തെങ്കിലും ആളുകൾ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ശിവരാജൻ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ പ്രതികരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മീൻസ് ഒരു എന്താണ് പറയേണ്ടതെന്ന് അറിയാതൊക്കെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ പക്വമതിയായ ഒരു പ്രതികരണമാണ് നടത്തിയത്. അത് ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളിൽ അദ്ദേഹത്തിൽ ഏൽപ്പിച്ച് കിട്ടിയപ്പോൾ വന്ന ഒരു പക്വതയായിരിക്കാം. ഇങ്ങനെ ചെയ്യാത്ത ആളുകൾക്കെതിരെ നടപടി എടുക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അത് എടുത്തില്ലെങ്കിൽ ഇനിയും പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ആ നടപടി സത്യത്തിൽ വേണമെങ്കിൽ സന്ദീപ് വാര്യർക്കെതിരെ നേരത്തെ എടുക്കാമായിരുന്നു. എടുത്ത ശേഷം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയി എന്ന് വരുമായിരുന്നു. എങ്കിൽ ഈ മൈലേജ് കിട്ടത്തുമില്ലായിരുന്നു. അതെ, അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ എടുക്കാറില്ല. ഈ സംഘത്തിൻ്റെ അകത്തും അതെ, BJP-യുടെ അകത്തും അതെ. വലിയ എന്തെങ്കിലും ഈ സ്ത്രീ വിഷയം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പെട്ടെന്നൊക്കെ പലപ്പോഴും നടപടിയൊക്കെ എടുക്കാറ്. പക്ഷെ CPM ഒക്കെ ആണെങ്കിൽ ദ്രുതഗതിയിൽ നടപടി ഉണ്ടാകും. CPM-ന്റെ അകത്ത് ഒരാൾക്കെതിരെ നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത സ്ത്രീ വിഷയവും കൊണ്ടുവരും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ ആ സമയത്ത് നടപടി വേണ്ടെന്നൊക്കെ വെച്ചതായിരിക്കും. പക്ഷേ അപ്പം തന്നെ നടപടി എടുക്കുന്നതായിരുന്നു, പരസ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു
ബുദ്ധി എന്നാണ് പിൽക്കാല സംഭവങ്ങൾ തെളിയിച്ചത്. ആ കാര്യത്തിൽ ആ മൈലേജ് കിട്ടില്ലായിരുന്നു. പുറത്താക്കിയ ആള് ഒരു സ്ഥലത്ത് പോയി എന്ന് വന്നേനെ. അതെ. ഒരു ഗുണമുള്ളത് പുറത്താക്കാതെ തന്നെ ആള് പുറത്തേക്ക് പോയി എന്നുള്ളൊരു ഗുണമുണ്ട് താനും. ഇപ്പോൾ ഈ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഇനി അത്തരം പരസ്യ നിലപാടുകൾ വരാതിരിക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് കേരളത്തിൽ BJP നടപ്പാവുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, BJP പോലൊരു പാർട്ടിയിൽ ഈ അച്ചടക്കം കർശനമായിട്ട് നടപ്പാക്കേണ്ടതാണ്. BJP കേഡർ പാർട്ടി അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? CPM കേഡർ പാർട്ടി ആണെങ്കിൽ ഇതിൻ്റെ അകത്തും കേഡർ ഉണ്ടല്ലോ. അതെ, കേഡർ സ്വഭാവം ഉണ്ട്. RSSൽ നിന്നും ഒക്കെ വരുന്ന ആളുകളാണല്ലോ. ഇപ്പോൾ പ്രഭാരി എന്ന് തന്നെയല്ലേ പറയുന്നത്. അതെ, രഘുനാഥിനെ പറ്റി. അതെ, രഘുനാഥിന്റെ റൂട്ട് കിടക്കുന്ന അപ്പുറത്താണല്ലോ. പക്ഷെ രഘുനാഥ് ആ അച്ചടക്കം പാലിക്കുന്നുണ്ട് പ്രതികരണത്തിന്. അതുപോലെ ചെയ്താൽ മതിയല്ലോ. എനിക്കതറിയില്ല, ഞങ്ങൾ പാർട്ടിയിലാണ് ചർച്ച ചെയ്യുക എന്ന്. പക്ഷെ അതിനു പകരം സുരേന്ദ്രനെ ഈ അവസരത്തിൽ നാറ്റിച്ചു കളയാം, കൃഷ്ണകുമാറിനെ നാറ്റിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എങ്ങനെയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി ആയത് എന്ന് വിശദീകരിക്കേണ്ടി വന്നത് സുരേന്ദ്രന്. അതോടുകൂടി ആ സംഗതി അടഞ്ഞുപോയി. ഇവര് ബഹളം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് മുഴുവൻ സുരേന്ദ്രന് കൃത്യമായിട്ടും മനസ്സിലായി. അദ്ദേഹം പ്രസിഡന്റ് ആകരുതെന്ന് ആഗ്രഹിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആയ ശേഷം ഇദ്ദേഹത്തിനെ എപ്പോഴെങ്കിലും ഒക്കെ അട്ടിമറിക്കണം എന്ന് ആഗ്രഹിച്ച ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവരാണ് ഇന്നത്തെ ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ നിന്നുള്ളത് സുരേന്ദ്രന് വ്യക്തമായി. അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസം കൂടിയതും. ഇത് ഇത്രക്കേ ഉള്ളൂ എന്നുള്ള ധാരണ സുരേന്ദ്രനും ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ അച്ചടക്കമില്ലായ്മയുണ്ടല്ലോ കൃത്യമായിട്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചില സൂചനകൾ. അത് ഉറപ്പല്ലേ? കാരണം ചില കൗൺസിലർമാർ പരസ്യമായി പ്രതികരണത്തിന് ഒരുങ്ങുന്നു, ചിലർ പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ വരാതെ മാറി നിൽക്കുന്നു. ഇത് അവിടുത്തെ ജനങ്ങൾ കണ്ടു നിൽക്കുന്നില്ലേ? 2 തവണ BJPക്ക് ഭരണം കൊടുത്ത ആ നഗരവാസികൾ അവർ എങ്ങനെയായിരിക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാട്? അങ്ങനെയല്ല. ഈ പറഞ്ഞ കൗൺസിലർമാരുണ്ടല്ലോ 28 പിന്മാറി നിൽക്കുന്നവരെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ, ഇവരെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടാവുമല്ലോ. ഇവര് സ്ഥാനാർത്ഥികളായിരിക്കില്ലല്ലോ. വേറെ ആളുകൾ കുറച്ച് ചെറിയ വോട്ടല്ലേ ഉള്ളൂ. വാർഡ് എന്ന് പറയുന്നത് ആ വാർഡിൽ എല്ലാവരെയും പരസ്പരം അറിയാവുന്നതാണല്ലോ. കുറച്ചുകൂടി ഭേദപ്പെട്ട ആളുണ്ടാവില്ലേ അതിൻ്റെ അകത്ത്? അങ്ങനെ ഒരാളെ എടുത്താൽ പോരെ. അങ്ങനെ ചെയ്യുമോ, സംഭവിക്കുമോ എന്നുള്ള ഞാൻ ചോദിച്ചത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സാധ്യത തിരിച്ചടി വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രാദേശിക വികാരം അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. ഇതിൻ്റെ അകത്ത് ഈ പൊതു വോട്ട് ധാരാളം ഉണ്ടല്ലോ, സാധാരണക്കാരായ വോട്ടർമാർ. ഇതിൽ കണ്ടതല്ലേ ശ്രീധരന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 1-2 മണ്ഡലങ്ങൾ 1-2 ബൂത്തുകളിൽ ഈ ശ്രീധരനെക്കാട്ടി കൂടുതൽ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. അത് സുരേന്ദ്രൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അച്ചടക്കമില്ലായ്മ പൊറുപ്പിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കായിരിക്കും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.